ഫെബ്രുവരിയിൽ ഞാൻ കോയമ്പത്തൂർ ഡോക്ടറെ കാണിക്കാൻ പോയി തിരിച്ച് വന്ന് ഒരു സർജറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തൊക്കെ വന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഇർഫാൻ ആക്സിഡൻ്റ് ആവുന്നത്. പൊതുവെ ആക്സിഡൻ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതാണെങ്കിലും എൻ്റെ ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ എന്നെ നോക്കി ഇർഫാൻ ഇതേപോലെ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷെ പറ്റിയപ്പം ഈ ഫെബിൻ ഡോക്ടർ ഉണ്ടല്ലോ മൈത്ര ഹോസ്പിറ്റലിലെ മൂപ്പരാണ് കേട്ടോ എനിക്കൊക്കെ ചെയ്തു തന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂപ്പരുടെ എങ്ങനെ പറഞ്ഞ ഡയലോഗുണ്ട്, എനിക്കൊന്നും അറിയില്ല, നിങ്ങളൊക്കെ ഏറ്റെടുക്കണം റിസ്ക്. കാരണം എനിക്ക് കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു. പക്ഷേ ട്രാവലിങ്ങിൽ കുറേ റിസ്ക് ഉണ്ടായിരുന്നു. കാരണം ബൈക്ക് ആക്സിഡൻ്റ് ആയതുകൊണ്ട് ബ്രെയിനിന് ചെറിയൊരു ഡിഫ്യൂസ്ഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. പിന്നെ കൈ 2 ഫ്രാക്ചറാണ്, പെൽവസിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് കൊണ്ടുപോകുന്ന റിസ്ക് ആയതുകൊണ്ടാണ് ഇവിടെ നിന്നത്. എൻ്റെ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ റാം. അപ്പം റാം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഫെബിൻ ഡോക്ടർ നമ്മുടെ പയ്യനാണ്, മിടുക്കനാണ്. അപ്പോൾ ആ സമയത്ത് തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം എൻ്റെ ലൈഫിലെ എല്ലാ തീരുമാനങ്ങളും എടുത്തത് ഇർഫാനാണ്. ഇർഫാൻ വേഗം എടുക്കും തീരുമാനങ്ങൾ. അപ്പോൾ പിന്നെ എൻ്റെ കാര്യങ്ങൾ മൊത്തം നോക്കിയതുമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നു മൈത്രയിൽ തന്നെ നിന്നതാണ് നന്നായത്. കാരണം അത്രയും നല്ലതായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഇത് സംഭവിച്ച 1 മാസം കൊണ്ട് തന്നെ മക്കളുടെ എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ വിട്ടിട്ടുണ്ടായിട്ടില്ല. എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കാണ് നാട്ടിലേക്ക് പോയത്. എക്സാമിൻ്റെ സമയത്ത് ഇതേപോലെ വീഡിയോ കോൾ ചെയ്തിട്ടും എങ്ങനെയൊക്കെയോ ആണ് പഠിപ്പിച്ചത്. വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ മാക്സിമം പ്ലസൻ്റായി നിൽക്കാൻ നോക്കും. പക്ഷേ കുട്ടികൾക്ക് നമ്മൾ നേരിട്ട് പഠിപ്പിക്കുമ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് വേറെ തന്നെ ഉണ്ട്. മോന് പിന്നെ ചെറിയ ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, മോളതായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാലൊക്കെ മടങ്ങി ഫുള്ള് സീനായിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ വന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ ഒരു കസിൻ്റെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് അവിടെ ഇതേപോലെ ഹോസ്പിറ്റൽ ബെഡൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് കിടത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇതൊക്കെ കാണുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സീനാണെങ്കിലും പഠിച്ചുകൊണ്ട് ഇതേപോലെ തിരിച്ചു തന്നെന്നുള്ളത് അൽഹംദുലില്ലാ വലിയൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ ഉണ്ടല്ലോ, ഇതാണ് ഫെബിൻ ഡോക്ടർ. മൂപ്പര് ഭയങ്കര നല്ലതാണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും വളരെ സമാധാനത്തിൽ പറഞ്ഞു തരുന്ന ഡോക്ടറാണ് ഏറ്റവും നമുക്ക് ആശ്വാസം ഉണ്ടാവുക. അതേപോലെ ഒരു ഡോക്ടറാണ് ഫെബിൻ ഡോക്ടർ. എനിക്ക് ഭയങ്കര സന്തോഷമായി അവിടെ പോയാൽ. അത് കഴിഞ്ഞിട്ട് മെയിൻ റോള് വഹിക്കുന്ന ഒരാൾ ആരാന്നറിയോ? ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമുക്ക് മര്യാദയ്ക്കൊരു ഫിസിയോതെറാപ്പി കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര മോശം സ്റ്റേജാവും. കാരണം എനിക്കൊരു പ്രോപ്പർ ഫിസിയോതെറാപ്പിസ്റ്റിനെ കിട്ടിയത് 1.5 വർഷം കഴിഞ്ഞിട്ടാണ്. അതുവരെ എല്ലാവരും കുറേ പരീക്ഷണങ്ങൾ മാത്രമാണ് കണ്ണൂരിൽ നിന്ന് നടത്തിയിരുന്നത്. എനിക്ക് ശരിക്കും ഇപ്പോൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതിനെക്കാട്ടും ഒരു 30% അധികം, 30 അല്ല 50% അധികം എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു കാര്യങ്ങളൊക്കെ. പക്ഷേ അതൊരു ബുദ്ധിമുട്ടായി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ലേറ്റായി വന്നാലും എനിക്കിപ്പോൾ നല്ലൊരാളെ കിട്ടിയിട്ടുണ്ട്. ആ ആളെ തന്നെയാണ് ഞാൻ ഹസ്ബൻഡിന് വെച്ചത്. കണ്ണൂരിൽ നിന്ന് ആര് ഫിസിയോതെറാപ്പി ചെയ്യുകയാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ മൂപ്പത്തിനെ വിളിച്ച് കഴിഞ്ഞാലേ സേഫാണ്. മൂപ്പത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ കാര്യങ്ങൾ സേഫാണ്. കാരണം ഹസ്ബൻഡ് 22nd ഞങ്ങൾ നാട്ടിൽ വന്നത്, മാർച്ച്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്തുള്ള ഡിഫറൻസ് ഭയങ്കര ഡിഫറൻസാണ്. കാരണം വരുന്ന അന്ന് കയ്യിൽ നിന്ന് ചെറുങ്ങനെ കമ്പിയൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു. അപ്പം ചോറ് പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം 80% ഓക്കെ ആയി, ഇനി 20% കൂടി വേണ്ടു. ഇർഫാൻ ഇല്ലാണ്ട് പെരുന്നാളിലൊക്കെ ഷോപ്പിങ്ങിന് ഞാൻ ഇവരെ കൂട്ടി ഓട്ടോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെ ഇർഫാനായിരുന്നു വീൽ ചെയറിൽ പുറത്തു കൊണ്ടുപോകാനൊക്കെ ഉഷാറുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഞാനും ഒരു ദിവസം ഔട്ടിങ്ങിന് കൊണ്ടുപോയി കേട്ടോ. കാരണം വെച്ചാൽ കുറേ ദിവസമായി പുറത്തൊന്നും പോകാതിരുന്നപ്പം വീൽ ചെയർ കൊണ്ടുപോകാൻ പറ്റുന്നൊരു കഫേ ഉണ്ട്, കഫേ മെറ്റനോവ, നമ്മുടെ പാപ്പിൻശ്ശേരി. അപ്പോൾ അവിടെ പോയി. പക്ഷേ എന്നാലും എനിക്കറിയാം, ഞാൻ ഈ ഒരു പെയിനിൽ കൂടെ ഗോ ത്രൂ ചെയ്തതുകൊണ്ട് എനിക്കറിയാം എങ്ങനെ ഉണ്ടാവും നമ്മൾ വീൽ ചെയറിൽ പുറത്ത് പോകുമ്പോൾ, വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴെന്നൊക്കെ. അപ്പം ചില ടൈമിൽ എൻ്റെ വിഷമങ്ങളൊക്കെ കുട്ടികളുടെ അടുത്ത് ദേഷ്യമായിട്ട് വരാറുണ്ട്. ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കരയാറുണ്ട്. പക്ഷെ ചില സമയത്ത് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തിരിച്ച് കിട്ടിയല്ലോ എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾക്ക് പേരൻസ് ഉള്ളതുപോലെ വേറെ ആരും ആവില്ല കേട്ടോ. ഞങ്ങൾ പണ്ട് സൗദിയിലായിരുന്നല്ലോ. അപ്പോൾ സൗദിയിലായ സമയത്ത് സമാധാനം ഉണ്ടായിരുന്നു. ശരിക്കും ഞാനിപ്പോൾ വിചാരിക്കുന്നത്
നാട്ടിൽ വന്ന് സെറ്റിൽ ആവണ്ടായിരുന്നു എന്നുള്ള പല തോന്നലുകളും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇർഫാൻ അഡ്മിറ്റ് ആയ സമയത്ത് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇന്നലെ ഇർഫാനെ കൊണ്ടുപോയിട്ട് ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് അത് വേറെ തന്നെ ഒരു ഫീലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു മാരത്തോൺ പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വ്ളോഗ് ഇടാനും ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടത് കേട്ടോ.